പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. ഇന്നത്തെ പ്രഭാതവേള എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? സന്തോഷമായിരിക്കുന്നുവോ? നിങ്ങൾ മനസ്സംതൃപ്തിയോടെയാണോ ഈ ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നത്? അതോ നിങ്ങളുടെ മനസ്സിലെന്തെങ്കിലും പോരാട്ടമോ കഷ്ടമോ ഞെരുക്കമോ ഉണ്ടോ? രാവിലെ തന്നെ യേശുവിനെ അന്വേഷിച്ച്, യേശുവേ, ഞാൻ അങ്ങയോടൊത്ത് നടക്കണം, എന്റെ കൂടെ അങ്ങ് നടക്കുവാനായി എന്നെ ഞാൻ സമർപ്പിക്കുന്നു, എന്റെ കൈപിടിച്ച് നടത്തേണമേ എന്ന് അതിരാവിലെ പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊരു സന്തോഷമുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം അത് ചെയ്യണം. മനസ്സിലായോ? അതുമാത്രം പോരാ, ദൈവം നമുക്കൊരു ഉപദേശം കൂടി തരുന്നു. എന്താണെന്നാൽ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 22-ാം വാക്യം, സകലവിധ ദോഷവും വിട്ട് അകലുവിൻ. ചില കാര്യങ്ങളെ വിട്ട് നമ്മൾ അകന്നാലേ ദൈവത്തോടൊപ്പം ചേരാൻ സാധിക്കൂ. കാരണം യേശുക്രിസ്തു വിശുദ്ധിയുള്ളവനാണ്. അപ്പോൾ യേശുവിൻ്റേതുപോലെയുള്ള ഒരു വിശുദ്ധി ഉണ്ടായാലേ യേശുവോടൊത്ത് നടക്കാൻ സാധിക്കൂ. കാരണം യേശുക്രിസ്തു പാപത്തിനടിമയാകാതെ വിശുദ്ധിയുള്ള ജീവിതം ജീവിച്ച് കാണിച്ച് എന്നെ പിന്തുടരുവിൻ എന്ന് നമ്മോട് ആഹ്വാനം ചെയ്തിരിക്കുന്നു. യേശുവിനെപ്പോലെ വിശുദ്ധിയുള്ളവനായി ജീവിക്കാനാകുമോ? യേശുവിനെപ്പോലെ എക്സാക്ട്ലി നമുക്ക് ജീവിക്കാനാവില്ല എന്നറിയാം. എന്നാൽ നാം അവന്റെ കാലടികളിൽ നടക്കുമെന്ന് സമർപ്പിച്ച് നാം എല്ലാവരും വിശുദ്ധിയുള്ളവരായി ജീവിക്കാൻ തയ്യാറായാൽ ദോഷകരമായ കാര്യങ്ങളിൽ നിന്ന് യേശു നമ്മെ അകറ്റി നിർത്തും. ചില കാര്യങ്ങളിൽ നിന്ന് നാമാണ് അകലേണ്ടത്. എന്താണ് ദോഷമുള്ളതായി തോന്നുന്നത്? അത് നിങ്ങൾക്കറിയാമല്ലോ. പാപം എന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറയുകയാണോ? അറിയാം. മദ്യപിക്കുന്നത് പാപമാണ് എന്നറിയാം. ചൂതാട്ടം പാപമാണ് എന്നറിയാം. കൈക്കൂലി വാങ്ങുന്നത് തെറ്റാണെന്നറിയാം. മറ്റുള്ളവരെ ചതിക്കുന്നതും വഞ്ചിക്കുന്നതും തെറ്റാണ് എന്നറിയാം. ദോഷമുള്ള കാര്യങ്ങൾ പലതും നമുക്കറിയാം. ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൾ ക്ഷമിക്കണമേ. എന്നാൽ നാം ചെയ്യുന്ന ചില കാര്യങ്ങൾ അത് തെറ്റാണെന്നറിയാതെ ചെയ്തേക്കാം. അത് ദൈവം തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി ശരിയാക്കി തരും. എന്നാൽ 99% നമുക്കറിയാം. നമ്മുടെ ഉള്ളിൽ ദൈവം ഒരു മനസാക്ഷി തന്നിരിക്കുന്നുണ്ടല്ലോ, ഒരു ന്യായാധിപതി. മനസാക്ഷി എന്നത് ന്യായാധിപതിയാണ്. അത് നമ്മെ അറിയിച്ചുകൊണ്ടേയിരിക്കും, വ്യക്തമായി അറിയും. അറിയില്ല എന്ന് പറയാനാവില്ല. നിങ്ങൾ തെറ്റ് ചെയ്ത ഉടനെ മനസാക്ഷി വാദിക്കും. പലപ്പോഴും മനസാക്ഷി നമ്മെ അടക്കിവെക്കും. മനസാക്ഷി പറയുന്നത് കേൾക്കാതിരിക്കാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് നാം ന്യായം വാദിക്കുന്നു. നാം അറിയുന്ന സമയത്ത് അയ്യോ, ഇത് ദോഷമുള്ള കാര്യമാണ്, ദൈവമേ ക്ഷമിക്കണമേ, ഇതിൽ നകന്ന് ജീവിക്കാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ ഉടൻ തന്നെ കർത്താവായ യേശുവിന്റെ സാന്നിധ്യം നിങ്ങളെ മൂടും. യേശുവിനോടൊത്ത് ചേർന്ന് നടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരു കൈയിൽ സിഗരറ്റ് വെച്ചുകൊണ്ട് അടുത്ത കൈകൊണ്ട് യേശുവിന്റെ കൈപിടിച്ച് നടക്കാൻ സാധിക്കുമോ? പറയൂ. ഒരു കൈയിൽ മദ്യം വെച്ചുകൊണ്ട് മറ്റൊരു കൈകൊണ്ട് യേശുവിന്റെ കൈപിടിച്ച് നടക്കാനാകുമോ? ഒരു കൈകൊണ്ട് കൈക്കൂലി വാങ്ങി യേശുവിന്റെ കൈപിടിച്ച് നടക്കാനാകുമോ? പറയൂ. അന്യായവും അക്രമവും ചെയ്ത് മറ്റുള്ളവരെ ദുഃഖിപ്പിച്ച് വേദനിപ്പിച്ച് യേശുവോടൊത്ത് നടക്കാനാകുമോ? പറയൂ. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അന്യായവും ആക്രമണവും ഏതാണ് എന്ന്. അതെല്ലാം വിട്ട് നാമാണ് മാറേണ്ടത്. നാം അതിൽ നിന്നും മാറാൻ ദൈവം കൃപ ചെയ്യും. ദൈവമേ, എനിക്കിത് വേണ്ട, ഞാൻ ഇതിൽ നിന്നും അകന്നു പോകണമെന്ന് ചോദിച്ചാൽ അതിനുള്ള കൃപ ദൈവം തന്ന് അകലാൻ നമ്മെ സഹായിക്കും. ഇപ്പോൾ മനസ്സിലായോ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം നിലനിൽക്കാത്തത്? എന്തുകൊണ്ടാണ് സന്തോഷവും സമാധാനവും ഇല്ലാത്തത്? ഇടയ്ക്കിടയ്ക്ക് ദൈവം സംസാരിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് സന്തോഷമുണ്ടാകുന്നു. ശാശ്വതമായൊരു സന്തോഷം കിട്ടുന്നില്ല, അല്ലേ? എന്താണ് കാരണം? നിങ്ങളുടെ ജീവിതത്തിൽ ഏതോ ഒരു ദുഷിച്ച കാര്യമുണ്ടാകും. നിങ്ങളുടെ സംസാരത്തിൽ, പ്രവൃത്തിയിൽ, നോട്ടത്തിൽ, നടത്തത്തിൽ എന്തോ ശരിയല്ല, ദോഷമുണ്ടെന്നറിയുന്നില്ലേ? അതിൽ നിന്നും അകലാനായി സമർപ്പിക്കൂ. ദൈവമേ, എനിക്ക് കൃപ തരണമേ, സഹായിക്കണമേ എന്ന് ചോദിക്കൂ. ദൈവം കൃപ തരും. അപ്പോൾ ദോഷകരമായി തോന്നുന്ന എല്ലാത്തിൽ നിന്നും നാം അകന്നു മാറണം. മനസ്സിലായോ? ഇന്ന് സമർപ്പിക്കുമോ? നിങ്ങൾക്ക് നന്നായിട്ടറിയാം. അറിയില്ല എന്ന് പറയാനാവില്ല. ഇത് തെറ്റാണ്, ദോഷമാണെന്നറിയാം. എന്നെ സഹായിക്കണേ, ഞാൻ ഇതിൽ നിന്നും അകലണമെന്ന് ചോദിക്കൂ. യേശു സഹായിക്കും. ഇന്ന് സമർപ്പിക്കുമോ? എങ്കിൽ ഹൃദയത്തിൽ കൈവച്ച്, യേശുവേ, എന്റെ ജീവിതത്തിൽ ദോഷകരമായി തോന്നുന്ന ദുഷിച്ച കാര്യം എന്താണെന്ന് എനിക്കറിയാം. ഞാൻ അതിൽ നിന്നും അകലണം, എനിക്ക് സാധിക്കുന്നില്ല, എന്നെ സഹായിക്കണേ. ഇനി എനിക്കത് വേണ്ട, ഞാൻ ദോഷമുള്ള കാര്യം ചെയ്യാൻ പാടില്ല, എന്നെ ഇതാ സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്ന ഈ മകനും ഈ മകൾക്കും ദൈവമേ, യേശുവേ സഹായിക്കണേ. അതിൽ നിന്നും വിട്ട് വിശുദ്ധിയുള്ള ജീവിതം നയിക്കാൻ ഈ മക്കൾക്ക് കൃപ കൊടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ